ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറയം സെൻറ് ആൻ്റണീസ് ദേവാലയത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ പുൽക്കൂട് കാണാനായിട്ടാണ്. വളരെ ചേട്ടൻ വന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ പുൽക്കൂട് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചിറയം സെൻറ് ആൻ്റണീസ് ദേവാലയത്തിൽ വന്നിട്ട് ഈ ഒരു പുൽക്കൂട് കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, ഇതാണ് ചിറയം സെൻറ് ആൻ്റണീസ് ദേവാലയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് എന്നോട് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു ദേവാലയത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ള പുൽക്കൂട് ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടേ പറ്റുള്ളൂ, കാരണം അത്രയും ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു കുതിരനെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുതിര അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ കരുതി ഒറിജിനലാണെന്ന്. ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഇതിന് അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതെൻ്റെ തൊട്ട് പറ്റി വന്ന് നിന്നപ്പോഴുണ്ടല്ലോ ഞാൻ ഞെട്ടിപ്പോയി. ഒറിജിനാലിറ്റി പോലെ തന്നെ സംഭവം ഉണ്ട്. അങ്ങനെ കുറേ സമയം ഞാൻ ആ ഒരു കുതിരനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനും നിവാമ്പിയും പപ്പയും കൂടെ അവിടെ തന്നെ നിന്നും കേട്ടോ. അപ്പം നമ്മളെന്ന് വെച്ചാൽ ചെന്ന് ഒരുപാട് നേരത്തെയാണ്, കാരണം നമ്മളവിടെ കുർബാന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെയാണ് അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പുൽക്കൂട് അവരിങ്ങനെ മൂടി വെച്ചേക്കുമായിരുന്നേ, കാരണം ചാനലുകാരും അച്ഛന്മാരൊക്കെ വന്നതിന് ശേഷമേ ഇതിൻ്റെ കേട്ടം മാറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ചാനലുകാരും അച്ഛനെ ഇടവക പള്ളി വികാരി അച്ഛനൊക്കെ വന്നിട്ട് ആ ഒരു സംഭവമൊക്കെ എല്ലാവരും വന്നതിന് ശേഷമാണ് അവർ ഓപ്പൺ ചെയ്തത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് ഭംഗിയാണെന്നറിയാമോ. ഇത് 1.5 സെൻറ്റോ 2 സെൻറ്റോ സ്ഥലത്ത് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു പുൽക്കൂട് കാണുന്നത് കേട്ടോ. നിങ്ങൾ തന്നെ കണ്ടു നോക്കി, എന്ത് രസമാണല്ലേ. എനിക്ക് ആ ഒരു വാട്ടർ ഫ്ലോ കണ്ടു, എന്ത് ഭംഗിയാണ് ആ ബ്ലൂ കളറ്. എനിക്ക് ശരിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിവ ബേബി ആണെങ്കിൽ അതിൻ്റെ അകത്ത് മീനൊക്കെ കിടപ്പുണ്ടേ. മീനുണ്ട്, പിന്നെ റാബിറ്റ് മുയലും കുട്ടനുണ്ടല്ലോ, ജീവനുള്ള 2 മുയലുകളെ അവരതിലിട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് ആ ചേട്ടന്മാരുടെ ഒരുപാട് കഷ്ടപ്പാടാണ്. കാരണം അവർ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് അവർ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു രാത്രി 2, 3, 4 മണി വരെയൊക്കെ അവർ ഇത് വർക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. ചേട്ടനോട് അവർ പറഞ്ഞുള്ള അറിവാണ് നമുക്കുള്ളൂ കേട്ടോ. ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇങ്ങനൊരു പുൽക്കൂട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് അത് കണ്ടപ്പോഴാണ് മനസ്സിലായിട്ടോ. ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സംഭവം കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെയെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചെന്ന സമയം എന്ന് പറയുന്നത് ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പപ്പ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ നമ്മളവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ നമ്മുടെ ഈ ഒരു പുൽക്കൂടിൻ്റെ. നമ്മൾ ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പുൽക്കൂട് കാണുന്നത്. നിവ ബേബി ആണെങ്കിൽ മീനിനെ കണ്ടിട്ട് അവിടെ ചെറിയ കുഞ്ഞു കളർ മീൻ കേട്ടോ, ഒരു 8-10 എണ്ണം അവർ ആ ഒരു കുഞ്ഞൊരു ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷമാണ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീട് തൊട്ടടുത്തുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങളെ വിളിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പോയി പള്ളിയിലൊക്കെ കുറച്ച് സമയം പ്രാർത്ഥിച്ചു. അപ്പോൾ പാതിര കുർബാനയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് വന്നേം കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു, നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത് വീഡിയോ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.